ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയെ അപ്രധാനമാക്കുവാൻ വേണ്ടിയാണ് ഈ സമയത്ത് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി രാഹുൽ ഗാന്ധി അപ്രധാനമാവുകയും കെജ്രിവാൾ ഹീറോ ആവുകയും പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട നേതൃത്വത്തിലേക്ക് കെജ്രിവാൾ ഉയർന്നു വരികയുമാണ്. കെജ്രിവാളിന് ഒരു RSS പശ്ചാത്തലമുണ്ട്, പുതിയ നരേറ്റീവാണ്. ഇത് കൊണ്ടുവന്നിരിക്കുന്നത് കോൺഗ്രസ്സാണ്. ഞാൻ വിഷയത്തിൽ ഊന്നിയിട്ടാണല്ലോ സംസാരിക്കുന്നത്. ഇടയിൽ കയറി സംസാരിക്കില്ല. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടായിരുന്ന ആളല്ലേ, ഇടയിൽ കയറി സംസാരിക്കുന്നതിന്. അപ്പോൾ പുതിയ നരേറ്റീവ് വന്നിരിക്കുകയാണ്. കെജ്രിവാൾ RSS ആണ്. അപ്പോൾ ഇത് നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെ അപ്രധാനമാക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്, പുതിയ നരേറ്റീവാണ്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഒരു നരേറ്റീവുകൾ ഇവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നരേറ്റീവ് എന്ന് പറയുന്നത് ഭീകരവാദ പ്രസ്ഥാനവുമായി BJPക്ക് നേരത്തെ ഇവിടെ ബൽദേവ്, അദ്ദേഹത്തോട് ഞാൻ പറയാൻ പോകുന്നുണ്ട്. അദ്ദേഹത്തോട് എനിക്ക് വളരെ ഇഷ്ടമാണ്, നല്ല വക്കീലാണല്ലോ, ഒരു സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷേ ബൽദേവ് പുൽവാമയുടെ വിഷയം ഞാനല്ല പറഞ്ഞത്, അത് ബൽദേവ് വരുന്നതിന് മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ആദ്യം പറഞ്ഞത് ഈ കെജ്രിവാളിൻ്റെ പാർട്ടിയുടെ ആളാണ്. അതുകൊണ്ടാണ് ഞാനതിന് മറുപടി പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ ഈ വിഷയത്തിൽ പുൽവാമ വിഷയം കയറ്റിക്കൊണ്ടുവന്നതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. പക്ഷേ താങ്കളൊരു കാര്യം പറഞ്ഞു, പുൽവാമയുടെ വിഷയത്തിൽ അങ്ങനെയാണ് ഇൻ്റർനാഷണൽ കോർട്ടിൽ ഒരു പരാതി കൊടുത്തുവന്ന്. എന്ത് വിട്ടുതരാ സാർ, നിങ്ങളൊരു വക്കീലല്ലേ, പൊതുമാന്യതയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതല്ലേ. ലോകത്തെ ഏതെങ്കിലും ഒരു ശക്തി ഇൻ്റർനാഷണൽ രംഗത്ത്, നീതി നിർവഹണ രംഗത്ത്, ഇൻ്റർനാഷണൽ കോർട്ടിൽ, രക്ഷാസമിതിയിൽ ഭീകരവാദത്തിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പുൽവാമയടക്കമുള്ള വിഷയത്തെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാകിസ്ഥാനെതിരെ അതിശക്തമായ ഭീകരവാദത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ച ആ ഇന്ത്യയെ ലോകം മുഴുവനും അംഗീകരിച്ച എത്രയോ പ്രമേയങ്ങൾ, എത്രയോ ചർച്ചകൾ, ഐക്യരാഷ്ട്രവേദികൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും താങ്കൾ അറിയാതെ പോയി എന്ന് പറയുമ്പം എനിക്ക് വളരെ സഹതാപമുണ്ട്. അല്ല, താങ്കൾ പലതും അറിയില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തേളിൻ്റെ ചിഹ്നത്തിലോ ഈനാമ്പേച്ചിയുടെ ചിഹ്നത്തിലോ മരപ്പട്ടിയുടെ ചിഹ്നത്തിലോ വോട്ട് ചെയ്യേണ്ട ഗതികേടിലേക്ക് മാറും CPM. അപ്പോൾ താങ്കൾ പലതും അറിയില്ല. ആ ഈനാമ്പേച്ചിയുടെയും തേളിൻ്റെയും മരപ്പട്ടിയുടെയും ഒക്കെ പേരിൽ അതിൻ്റെയൊക്കെ ചിഹ്നത്തിൽ വോട്ട് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഉപ്പുവെച്ച കലം പോലെ തകർന്നു പോയ പാർട്ടിയുടെ വക്താവാണ് നിങ്ങൾ. എന്നാൽ നിങ്ങളുടെ പാർട്ടി ആ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥയാണ് ഈ പരിതാപകരമായ അവസ്ഥ. നിങ്ങൾക്ക് വിഷമമുണ്ടാവും, നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. 4 സീറ്റിന് വേണ്ടിയാണ് നിങ്ങൾ ഗുസ്തി പിടിക്കുന്നത്. നിങ്ങൾക്ക് വല്ലാത്ത ഇല്ല, ഞാൻ സംസാരിക്കട്ടെ, സമയമില്ല, ഞാനൊന്ന് സംസാരിക്കട്ടെ. സമയമില്ല, ഇല്ല, അനുവദിക്കില്ല. സമയമില്ല. ഒരു തെറ്റും തിരുത്താനില്ല. വലിയൊരു തെറ്റ് പറഞ്ഞാൽ തിരുത്താനോ ഭാവിയിൽ ഒരു തെറ്റും ഞാൻ തിരുത്തിക്കോട്ടെ. വലിയ നേതാക്കന്മാർ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരും പ്രതിപക്ഷ നേതാവായിട്ടിരുന്നില്ല. AKG പ്രതിപക്ഷ നേതാവായിട്ടിരുന്നില്ല. പലരും പറയുന്ന ഒരു വലിയ നിങ്ങൾ അല്ല ചേട്ടൻ, ഞാൻ പറഞ്ഞു തീരട്ടെ. AKG ഇന്ത്യയുടെ പ്രതിപക്ഷ പാർട്ടിയെ, ഇന്ത്യയുടെ പ്രതിപക്ഷമായിരുന്നോ അല്ലയോ, പ്രതിപക്ഷ നേതാവായിരുന്നോ അല്ലയോ? ഇന്ത്യയുടെ, എന്റെ സമയം കളയാൻ വേണ്ടി ഇടയിൽ വരരുത്. നേതാവായിരുന്നു AKG. ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്. അവിടെ കിടക്കട്ടെ. എനിക്ക് AKGയെ കുറിച്ച്, AKGയുടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി, ഞാനൊന്ന് പറയട്ടെ. നമുക്കത് പരിശോധിക്കാം. പ്രതിപക്ഷ നേതാവായിരുന്നോ ഇല്ലയോ എന്നുള്ള പരിശോധിക്കാം. അല്ലെന്ന് ഞാൻ പറയട്ടെ. അതൊക്കെ പലതേ പ്ലീസ്. സമയമില്ല സാർ, എനിക്ക് ഞാനൊന്ന് പറയട്ടെ. ഇതൊരു മര്യാദകളല്ലേ? നിങ്ങൾ എന്നെ കൊണ്ട് സംസാരിപ്പിക്കാതെ ഇത്ര ഈ സമയം കളയാൻ വേണ്ടിയല്ലേ നിങ്ങളെ കാണിക്കുന്നത്? നിങ്ങളെ ഞാൻ തെറ്റ്, ശരി, ഞാനങ്ങ് തെറ്റ് സമ്മതിച്ചു. ഇനിയെങ്കിലും ഉണ്ടായിരിക്കും നിങ്ങൾ. ഞാനങ്ങ് തെറ്റ് സമ്മതിച്ചു. AK ഗോപാലൻ ആരായിരുന്നു എന്നുള്ളത് ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. AK ഗോപാലൻ എല്ലാം അറിഞ്ഞുകൊണ്ട്, എല്ലാം കൃത്യമായിട്ടുള്ള ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിരുന്ന
AK ഗോപാലൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്നുള്ളത് ലോകത്തെല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞത് തെറ്റാണ്, അത് തെറ്റായിട്ട് അവിടെ കിടന്നോട്ടെ. പക്ഷെ എന്നെ പറയാൻ അനുവദിക്കും. നിങ്ങൾ ദേശീയതയ്ക്ക് ബി ഗോപാലകൃഷ്ണൻ വന്നിരുന്ന BJP ദേശീയത, അതേന്ന് ഞങ്ങൾ ദേശീയ പ്രസ്ഥാനമാണ്. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അത് കരിദിനമായി ആചരിച്ചവരല്ലേ നിങ്ങൾ? കമ്മ്യൂണിസ്റ്റുകൾ, മാർക്സിസ്റ്റുകൾ, CPIയും CPMഉം അന്നത്തെ കമ്മ്യൂണിസ്റ്റുകൾ ഇന്ത്യ 17ആയി വിഭജിക്കണമെന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ? നിങ്ങൾ സംസാരിക്കല്ലേ ഇടയിൽ? നിങ്ങൾ സംസാരിക്കല്ലേ? നിങ്ങൾ ഇന്ത്യയെ 2ആയി വിഭജിക്കണം എന്ന് പറഞ്ഞോ മൗണ്ട് ബാറ്റനോട് 17ആയി വിഭജിക്കണമെന്ന് ആവശ്യപ്പെട്ടവരല്ലേ? നിങ്ങൾക്ക് വിഷമം എന്തിനാണ്? നിങ്ങൾക്ക് ഇന്ത്യ എന്ന വികാരമില്ലാത്തവരല്ലേ? നിങ്ങൾക്ക് ഇന്ത്യ എന്ന വികാരമുണ്ടോ? നിങ്ങൾ മിണ്ടാതിരിക്കുന്ന സ്വാതന്ത്ര്യ സമരമൊക്കെ ഞാൻ പിന്നെ പറയാം. നിങ്ങളിവിടെ ഒരു മാന്യത കാണിക്കും, ഒരു വക്കീലല്ലേ. ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ മിണ്ടിയില്ലല്ലോ. ഈ സ്വാതന്ത്ര്യ സമരത്തെ പിന്നിൽ നിന്ന് ഒറ്റിക്കൊടുത്തവരല്ലേ നിങ്ങൾ? ആ ബ്രിട്ടീഷുകാരൻ്റെ വെള്ളി നാണയത്തിൻ്റെ പിന്നാലെ പോയവരല്ലേ നിങ്ങൾ? ഈ സുഭാഷ് ചന്ദ്രബോസിനെ ചെരുപ്പ് കുത്തിയെന്ന് വിളിച്ചവരല്ലേ നിങ്ങൾ? വാർധയിലെ കള്ളദൈവമെന്നോ മഹാത്മാഗാന്ധിയെ വിളിച്ചവരല്ലേ നിങ്ങൾ? ഈ രാജ്യത്തെ 17ആയി വിഭജിക്കണമെന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ? നിങ്ങൾ 1947 ഓഗസ്റ്റ് 15 കരിദിനം ആചരിച്ച നിങ്ങൾ, വാസ്തവത്തിൽ നിങ്ങളുടെയൊക്കെ ഉണ്ടല്ലോ, ഇത് നിങ്ങളുടെയൊക്കെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കേണ്ടതാ. നിങ്ങളെ ഒന്നും തെരഞ്ഞെടുപ്പിലല്ല, നിങ്ങളെയൊക്കെ നിരോധിക്കേണ്ട സംഘടനയാണ്. പക്ഷേ ഈ നാട്ടിൽ ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ നിലനിന്നത്.